കൂട്ടുകാർ കള്ളമെടുക്കുന്ന ഏറ്റവും വലിയ 2 സമ്മാനമുണ്ട് സഹോദരങ്ങളെ, 2 സമ്മാനമുണ്ട് സുഹൃത്തുക്കളെ. അതിലും എന്തെന്നറിയോ? അദ്ദത്തത്തുലോ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുക, മുത്തു നബി തങ്ങളോടൊപ്പം ചേർന്നിരിക്കുക. ആ ഭാഗ്യം നമുക്ക് കിട്ടാൻ എന്ത് യോഗ്യതയാ എന്റെ കേച്ചേരിയിലെ ചെറുപ്പക്കാരാ നിനക്കുള്ളത്. റബീഉൽ എത്ര സലാത്ത് ചൊല്ലിയതാ. നിന്റെ വീട്ടിന്റെ അകത്തൊരു മൗലിദ് ഓതിയോ? നിന്റെ വീട്ടിന്റെ അകത്ത് പാവപ്പെട്ടവർക്ക് നീ സ്വതക്ക ചെയ്തോ? റബീഉൽ എന്തൊക്കെ ദീനിനു വേണ്ടി ത്യാഗം ചെയ്ത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിനോടൊത്ത് സ്വർഗത്തിലിരിക്കണ്ടേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എറണാകുളത്ത് ഷാരൂഖ് ഖാൻ വന്നപ്പോ ഒന്ന് തൊടാൻ വേണ്ടി ആവേശത്തോടെ ഓടിപ്പോയ ചെറുപ്പക്കാരാ. മലബാറിൽ മറഡോണ വന്നപ്പോ ഒന്ന് കാണാൻ വേണ്ടി ആവേശത്തോടെ ഓടിപ്പോയ ചെറുപ്പക്കാരാ. ലോകത്തിന്റെ നാനാഭാഗത്ത് സിനിമാ നടീനടന്മാര് വരുമ്പോ, കലാകായിക താരങ്ങൾ വരുമ്പോ അവരെ ഒന്ന് കാണാ, അവരെ ഒന്ന് തൊടാ, അവരോടൊപ്പം ചേർന്നിരുന്നു കൊണ്ടൊരു ഫോട്ടോ എടുക്കാ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ആർത്തി കാണിക്കുന്ന ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിലിരിക്കുമ്പോ അതിന്റെ അടുത്തൊന്ന് ചെന്നിരിക്കാൻ യോഗ്യതയില്ല റബ്ബേ. ഞങ്ങൾ ജാഹിലീകളല്ലേ പഠിച്ചവരെ, പാവപ്പെട്ടവരല്ലേ അല്ലാഹ്. പൊട്ടിപ്പോരാമലുകളും കൊണ്ട് ഞങ്ങൾക്ക് അവിടെ വരാനുള്ള യോഗ്യതയില്ല അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസാമ റളിയല്ലാഹു തആല അൻഹു, റബിയ റളിയല്ലാഹു അൻഹു മുത്തുനബി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന സഹാബിയാണ്. എന്ത് വേണം നബിയേ? ഞാനുണ്ട് നബിയേ, ഞാനുണ്ട്. വെള്ളം വേണമോ? അല്ലാഹുവിന്റെ ഹബീബേ, ഞാനുണ്ട് നബിയേ. ഉറക്കലും മുഴുവൻ മുത്ത് റസൂലിന്റെ ചാരത്ത് സഹബാരിയായിരുന്ന റബിയ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പാതിരാ സമയത്ത് കണ്ണു തുറക്കുമ്പോ ഉലൂടുക്കാനുള്ള വെള്ളവുമായി എടുത്തു വന്നിരിക്കുകയാണ്. നബി തങ്ങൾ ചോദിക്കുന്ന റബിയ, എന്തോ ഒരു സ്നേഹമാ, എന്തോ ഒരു സ്നേഹമാണ്. ഇതിന് പകരം നിനക്ക് എന്ത് വേണം റബിയ? ഇതിന് പകരം നിനക്ക് എന്ത് വേണം റബിയ? റബിയ റളിയല്ലാഹു അൻഹു സന്തോഷിക്കുകയാണ്. ആരാ ചോദിച്ചിരിക്കുന്നത്? ആരാ ചോദിച്ചിരിക്കുന്നത്? എന്ത് ചോദിച്ചാലും തരാൻ കഴിവില്ല, എന്ത് ചോദിച്ചാലും വാങ്ങിത്തരാൻ അർഹതയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബിയ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് നബി തങ്ങളോട് പറയുന്ന നബിയേ, അസ്അലുക മുറാഫതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാവുക, സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ചേർന്നിരിക്കുക. വേറൊന്നും വേണ്ട നബിയേ, വേറൊന്നും വേണ്ട നബിയേ, എനിക്ക് വേറൊന്നും ആഗ്രഹമില്ല നബിയേ. 10,000-കണക്കിന് സഹാബികൾ മദീനത്ത് വന്ന് കാണാൻ കൊതിക്കുന്ന ഭൂമുഖത്തിന് സ്വർഗത്തിൽ വന്നടുത്തിരിക്കുക. റബിയ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ തിരിച്ചു പറയുകയാണ്, വേറെ എന്തെങ്കിലും ഞാൻ തരട്ടെ റബിയ? വേറെ എന്തെങ്കിലും ഞാൻ തരട്ടെ റബിയ? ഇത് തന്നെ വേണോ റബിയ? ഇത് തന്നെ വേണമോ റബിയ? വേറെ വല്ലതും തരട്ടെ? ആ സമയത്ത് റബിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് എന്തെങ്കിലും അവിടെ നിന്ന് തരുന്നുണ്ടെങ്കിൽ നബിയേ, ഇത് മാത്രം മതി നബിയേ, വേറൊന്നും എനിക്ക് വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ ഞാൻ തരാൻ തയ്യാറാണ്, എന്നാൽ ഞാൻ തരാൻ തയ്യാറാണ്. പക്ഷേ ഞാനൊരു അമല് പറയാ, അത് നീ ചെയ്യണം റബിയ. ഞാനൊരു അമല് നിനക്ക് പറഞ്ഞു തരാം, അതുകൂടി നീ ചെയ്യണം. അതങ്ങനെ വെറുതെ ഞാനെങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം അള്ളാഹ് തരണമെന്നില്ല. ഞാനൊരു അമൽ പറഞ്ഞു തരാം, അത് നീ ചെയ്യണം. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അൽഹംദുലില്ലാഹ് ഇരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. യോഗ്യത പരിശോധിച്ച് നോക്കിയാൽ നമുക്കില്ല എന്ന് നമുക്കറിയാം. എന്ത് യോഗ്യതയാ ഉള്ളത്? എത്രയോ ആളുകൾ ഇങ്ങനെ ക്യൂവല്ലേ മദീനത്തൊക്കെ ചെന്നിട്ടുണ്ടല്ലോ, മരിച്ചു വീണുപോയ എത്ര ആളുകളാണ്. ഉമർ റളിയല്ലാഹു അൻഹു, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദന്മാർ, സാദാത്യങ്ങൾ, അവരൊക്കെ കഴിഞ്ഞ് പരിശോധിച്ച് വരുമ്പോ കേച്ചേരി മണലിലേക്ക് എത്തുമ്പോ നമുക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? ഒന്നുമില്ല. പക്ഷേ ഈ ഒരു കർമ്മം കൊണ്ട് നമുക്ക് ആ ഉന്നതമായ നേട്ടത്തിലെത്താൻ സാധിക്കണം. റബിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറയൂ നബിയേ,
അള്ളാന്റെ ഹബീബേ അങ്ങ് പറയുന്നത് ചെയ്യാം, അങ്ങ് പറയുന്നത് ചെയ്യാൻ നബിയെ. പുന്നാര നബി അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഫഖ്സുർ സുജൂദ അലയ്യ, ഫഖ്സുർ സുജൂദ അലയ്യ. അല്ലാഹുവിന് വേണ്ടിയിട്ട് സുജൂദിനെ അധികരിപ്പിക്കുക. അലല്ലാ, അല്ലാഹുവിന് വേണ്ടിയിട്ട് വഖ്തുൽ സുജൂദ് അലല്ലാ, അല്ലാഹുവിന് വേണ്ടിയിട്ട് സുജൂദിനെ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫർദ് നിസ്കാരത്തെ കുറിച്ചല്ല ഈ പറയുന്നത്, സുന്നത്ത് നിസ്കാരങ്ങളെ അധികമാക്കുക എന്നതാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ അധികമാക്കുക. ഇപ്പോ കോട്ടോൽ വെച്ച് ഞാൻ പറഞ്ഞു തോന്നുന്നു ദുഹാ നിസ്കാരത്തിന്റെ കാര്യം. ഇന്നലെ ഇപ്പോ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഉസ്താദ് കേച്ചേരിയിൽ വരുമ്പോൾ നമ്മൾ വരും, ഇൻഷാ അല്ലാഹ് അവിടെ ആ ദുഹായിൽ പങ്കുകൊള്ളും. ദുഹാ നിസ്കാരം അന്ന് തുടങ്ങിയതാണ്, ഇതുവരെ നിർത്തിയിട്ടില്ല. അൽഹംദുലില്ലാഹ് കൃത്യമായി കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ കൊണ്ട് ബാബുൽ ദുഹാ എന്നൊരു വാതിലുണ്ട് സ്വർഗത്തിൽ, അതിലൂടെ ദുഹാ നിസ്കരിക്കുന്നവർ കടന്നു പോകും. വിത്തർ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, പരിശ്രമിക്കുക. കുറേശ്ശെ ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കുമ്പോൾ സാധിക്കും. അള്ളാന്റെ റസൂലിന്റെ ചാരത്തിരിക്കാൻ വെറുതെ ഒന്നും കഴിയില്ലല്ലോ. ആളുകൾ അവിടെ ക്യൂ ആണ്. അതിനിടയിൽ നമുക്ക് ആ പദവി കിട്ടണമെങ്കിൽ അത്രത്തോളം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യണം. പക്ഷേ ഇവിടെ നിന്ന് തന്നെ നബിതങ്ങൾ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ എനിക്കൊരു കൂട്ടുകാരുണ്ട് സഹാബത്തെ, സ്വർഗത്തിൽ എനിക്കൊരു കൂട്ടുകാരുണ്ട് സഹാബത്ത്. അത് ഉസ്മാനാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. പോരാ സ്വലാത്ത് പോരാ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. എങ്ങനെ പറഞ്ഞിരുന്നറിയോ? എങ്ങനെ കൂട്ടുകാരനാകാതിരിക്കും? എന്റെ അർഹതപ്പെട്ട സമയം വന്നാലും ഞാനുണ്ട് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമനായിട്ട് എഴുന്നേൽക്കുകയാണ്. മദീനക്കാർക്ക് വെള്ളം കിട്ടാതെ ജൂതന്മാര് കിണർ പിടിച്ചു വെച്ചപ്പോൾ ഒരുപാട് കാശ് കൊടുക്കാതെ കിണർ കിട്ടൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരാണത് വാങ്ങിക്കൊടുക്കുക? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അനയാ റസൂലല്ലാഹ്, ഞാൻ വാങ്ങിക്കൊടുക്കാം നബിയെ. വാങ്ങിക്കൊടുക്കുകയാണ് മുത്ത് റസൂലിന്റെ പ്രിയപ്പെട്ട സന്തത സഹചാരി. എന്നിട്ടോ എത്രയോ യുദ്ധങ്ങളിൽ, എത്രയോ പാവപ്പെട്ടവരിൽ, എത്രയോ സാധുക്കളിൽ, എത്രയോ വീടില്ലാത്തവരിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തനിക്ക് അല്ലാഹു തന്ന ഏറ്റവും നല്ല സമ്പന്നയുടെ നിറച്ചാർത്തായിരുന്നു പ്രിയപ്പെട്ടവര്. തനിക്ക് അല്ലാഹു തന്നതല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊടുത്തു പോയപ്പോ അല്ലാഹുവിന്റെ റസൂലിന് ആ മനസ്സ് വല്ലാതെ പിടിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫിൽ ജന്നത്തി ഉസ്മാൻ, എന്റെ ഉസ്മാൻ എന്നോടൊപ്പം എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ്, എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇനി ഒരു സമ്മാനം കൂടെ സ്വർഗത്തിലുണ്ട്. ഏറ്റവും വിലപിടിപ്പുള്ള, സ്വർഗത്തെക്കാൾ വിലപിടിപ്പുള്ള ഒന്ന് സ്വർഗാവകാശികൾക്ക് കിട്ടാനുണ്ട്. സ്വർഗത്തെക്കാൾ വിലപിടിപ്പുള്ള ഒന്ന് സ്വർഗാവകാശികൾക്ക് കിട്ടാനുണ്ട്. അത് പറയുന്നതിന് മുമ്പ് എന്റെ മുമ്പിൽ വന്ന കേച്ചേരി മണലി വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടാനും അല്ലാഹുവിന്റെ പൊരുത്തം നേടാനും ഒരുമിച്ച് കൂടിയവരെ, അല്ലാഹുവിന്റെ സ്വർഗം കുറിച്ചുകൊണ്ട് സരസിൽ വന്ന് കണ്ണീരെടുക്കുന്നവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സുകൊണ്ട് ഉറപ്പിക്കുക, നിർബന്ധമായും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരിക്കുക. ഇനി ഒരുപക്ഷെ അടുത്തിരിക്കാൻ കഴിയുന്നില്ല. അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അവിടെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്, അവിടെ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അവിടെ എത്രയോ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ജഅബർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഹംസത്തുൽ കർറാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവനവും സമർപ്പിച്ചു പോയ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സഹാബത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ അവർക്ക് മുന്നിൽ വളരെ പരാജയത്തിലാണ്, നമ്മൾ ഒരുപാട് പുറകിലാണ്, നമ്മൾ ഒരുപാട് അകലെയാണ്. കുഴപ്പമില്ല. എത്രയോ മൈലുകൾക്കപ്പുറത്തിരുന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം കിട്ടോ. അത് മതി പ്രിയപ്പെട്ടവരെ, അത് മതി സഹോദരങ്ങളെ. മുത്തുനബിതങ്ങളിരിക്കുന്ന സ്വർഗത്തിന്റെ ഒരു ഭാഗത്തിരിക്കാൻ അല്ലാഹുവേ, സ്വർഗത്തിലെ കൂട്ടുകാരെ കുറിച്ച് പറയുമ്പോ ഭാഗ്യം തരണേ അല്ലാഹ്.
എത്രയോ ആളുകൾക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇന്നലെ മരണപ്പെട്ടു എന്ന പൊട്ടച്ചിറ കോളേജിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ എഴുതുന്ന ഷാഉൽ അമീൻ എന്ന സഹോദരൻ എല്ലാ പ്രസംഗത്തിലും വരുന്ന സഹോദരനാണ്, എല്ലാ സദസ്സിലും വന്നിരിക്കുന്ന സഹോദരനാണ്. അല്ലാഹുവേ, മക്കത്ത് പോയിരിക്കുകയാണ്. ആ മക്കത്ത് വെച്ചാണ് മരണപ്പെട്ടു പോയത്. ഒരുപക്ഷേ മക്കയിൽ മരിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞിട്ട് എന്റെ മരണം അവിടെയാകാൻ കുറിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോ, മദീനയിൽ മരിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞിട്ട് എന്റെ മരണം അവിടെയാകാൻ പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോ, എന്നിന്റെ മജ്‌ലിസിൽ വെച്ച് മൂന്നാമത് മരിപ്പിക്കണമെന്ന് പറയുമ്പോ ഒരുപക്ഷേ കസേരയിൽ നിന്നുകൊണ്ട് ആ സഹോദരൻ കൊതിച്ചിട്ടുണ്ടാകാം, അല്ലാഹുവേ നിന്റെ ഹറമിൽ വെച്ച് മരിപ്പിക്കണേ അല്ലാ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. അടച്ചവനെ, ഈ സ്വർഗത്തിന്റെ വേദിയുടെ പവർ കൊണ്ട് ഇന്നിതാ ആ സഹോദരൻ ഹറം ശരീഫിൽ മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ പൊട്ടച്ചിറയിൽ ദുആ ചെയ്തു. എത്രയും നിന്റെ മജ്‌ലിസിന്റെ ദുആയ, എത്ര സ്വർഗത്തിന്റെ പൂങ്കാവനത്തിന്റെ ദുആയ അല്ലാഹു സ്വീകരിച്ചു പോയത്. യോഗ്യതയില്ലാത്തവര്, സ്വർഗത്തിലെ ഒന്നും വാങ്ങാൻ കഴിയാത്തവര്, റസൂലുള്ളാഹിയുടെ ചാരത്തിരിക്കുന്നത് പോയിട്ട് സ്വർഗത്തിൽ കാച്ചു നിൽക്കുന്ന, സ്വർഗത്തിൽ കുലച്ചു നിൽക്കുന്ന ഒരു പഴം പോലും നേടണമെന്ന് വാശി പിടിക്കാൻ, അല്ലാഹുവിനെ എടുത്തു കാണിക്കാനൊന്നുമില്ലാത്തവരെ, അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? 5 വക്ത് നിസ്കാരം പോലും കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ ദുനിയാവിന്റെ രസങ്ങൾക്ക് പിന്നാലെ വാലാട്ടി നടക്കുന്ന കേശേരി മണലിയിലെ പെണ്ണേ, ഈ പ്രസംഗത്തിന് വന്നിരുന്നിട്ട് പോലും തല മുഴുവനും മറച്ചില്ലല്ലോ പെണ്ണെ. എത്ര പെങ്ങളുണ്ട്, കണ്ണീരാണ് പെങ്ങളെ. സങ്കടമുണ്ട് മോള്. പ്രസംഗം കഴിഞ്ഞിട്ട് തിരക്കിനിടയിലൂടെ ഉഷാർ ബാക്കവിയും കബീർ ബാക്കവിയും ഒക്കെ കടന്നു പോകുന്നു. 2 ഭാഗത്തോടെ നിറഞ്ഞു കവിഞ്ഞ് നടന്നു പോകുന്ന പെണ്ണേ, എത്രയോ ചുരിദാറിന്റെ തട്ടം തോളത്ത് കിടക്കുകയാ. ഇങ്ങനെ തോന്നുന്ന പെണ്ണേ, എത്ര വാർത്ത കേട്ടാലും മാറ്റം വരാത്ത, എത്ര പ്രസംഗം കേട്ടാലും മനം മാറ്റം വരാത്ത നിന്റെ നാട്ടിലല്ലേ ആത്മാവിന്റെ നൊമ്പരങ്ങളെന്ന് പ്രസംഗം കേട്ടിട്ട് മാനസിക നില തെറ്റിപ്പോലെ ഒരു പെണ്ണ് ജീവിച്ചിരിക്കുന്നത്. അല്ലാഹുവേ, നീ ആഫിയത്ത് കൊടുക്കണയല്ല. ഞങ്ങൾക്കും പേടി തന്നെയാണ്, ഞങ്ങൾക്കും ഭയം തന്നെയാണ്. റൂഹ് എടുക്കുമ്പോ ഞങ്ങളോട് മലക്കുകൾ പറയുന്നത്, ഞങ്ങളോട് റൂഹ് വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോ വല്ലാത്ത ഭയമുണ്ട് പടച്ചവര്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാനസിക ശക്തി തരണയല്ല. ഒന്നും നേടാൻ കഴിയാത്ത പ്രിയപ്പെട്ടവര്, എന്തെങ്കിലുമൊക്കെ സ്വർഗത്തിന്റെ വേദിയിലെ ദുആ നമുക്ക് കിട്ടട്ടെ. ഞാൻ നിങ്ങളോട് പറയുകയോ, ഇഖ്ലാസോടുകൂടിയാ നിങ്ങളെ സ്നേഹിക്കുന്നതെങ്കിൽ ഉസ്താദേ, ആരോപണങ്ങൾ ആര് എന്തോ പറയട്ടെ, ഞങ്ങളതിന്റെ പിന്നാലെയില്ല. ആരെന്ത് പറഞ്ഞാലും ഞങ്ങളതിന്റെ പിന്നാലെയില്ല. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിന് എന്തൊക്കെയാ പ്രിയപ്പെട്ടവരെ പറയുന്നത്. 1 മണിക്കൂറിന് 5 ലക്ഷം വാങ്ങുന്നെന്ന് പറയുന്നവർ, 10 ലക്ഷം വാങ്ങുന്നെന്ന് പറയുന്നവർ, സംഘാടകരെ കൊണ്ട് കാറ് കഴിപ്പിക്കുന്നെന്ന് പറയുന്നവർ, പെണ്ണും മണ്ണും കൊടുത്തല്ലാതെ തേനിൽ കയറൂലെന്ന് പറയുന്നവർ. ഈ സദസ്സിന്റെ മഹത്വം നിനക്കറിയില്ല. അതിന് കൂട്ടുനിൽക്കുന്ന കുറെ അറിവുള്ളവരെന്ന് നടിക്കുന്നവരുണ്ടല്ലോ. ഒപ്പാനമിട്ടത് കൊണ്ട് അറിവ് കിട്ടില്ല, തലക്കെട്ടുള്ളത് കൊണ്ട് അറിവ് കിട്ടില്ല. ഒരുത്തമുള്ള ഗുരുനാഥന്മാരിലൂടെ ഈ മനസ്സിന്റെ കത്ത് വരുമ്പോഴേ സുന്നത്ത് ജമാഅത്തിന്റെ പദവി എന്തെന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ. എന്റെ സഹോദരങ്ങളെ, എന്ത് പറഞ്ഞാലും ഞാൻ പറയുകയാണ്, ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്നോട്, ഈ സമുദായത്തിന്റെ മക്കൾക്ക് വേണ്ടി ഒരുമിച്ചിരുന്നോട്. നിങ്ങൾക്കറിയോ 1.5 കോടി രൂപയാണ് പൊട്ടച്ചിറ കോളേജ് എന്തിനേയും കഴിയാതുമായി പാവപ്പെട്ട ആധുനികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഫൈസൽ ഉൾപ്പെടെ, ഇവിടെ വന്നിരിക്കുന്ന മുത്തുഹാദി ഉൾപ്പെടെ, ഇവിടെ വന്നിരിക്കുന്ന സഹോദരങ്ങൾ ഉൾപ്പെടെ, എന്റെ പ്രിയ സ്നേഹിതൻ ബാലു സുൽത്താൻ ഉൾപ്പെടെ, എന്റെ പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് അകലാർ ഉൾപ്പെടെ, എന്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തത് നമ്മളൊന്നൊരുമിച്ചിരുന്നു. കേശേരിയുടെ ഭാഗത്തൊരു എത്തിയും ചെണ്ടേണ്ടി വരില്ല, എനിക്ക് വാപ്പയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊന്നുപോലെ നിറയെ നടക്കേണ്ടി വരില്ല. ചിന്ന ഭിന്നമായി തമ്മിലടച്ച് കലഞ്ഞിറന്ന് ചത്തൊടുങ്ങാനല്ലാതെ ഈ സമുദായത്തിന് എന്തിനു കൊള്ളാൻ. എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങളൊന്ന് ഒരുമിച്ച് നിൽക്കുവോ? നമുക്കൊന്ന് ഒരുമിച്ച് നിന്ന് പോയാലെന്താ? കേശേരിയുടെ മണലിയുടെ തൃശ്ശൂര് പന്നിപ്പടത്ത് അല്ലാഹുവേ കുന്നംകുളത്ത് പടച്ചവര് എത്രയോ യതീമികളെ കണ്ണീരുടയ്ക്കാൻ നമുക്ക് പറ്റുന്നതാണ്. എത്രയോ പാവപ്പെട്ടവരെ സഹായിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. എത്രയോ ക്യാൻസർ രോഗം ബാധിച്ചവര്, എത്രയോ ക്യാൻസർ
ക്യാൻസർ രോഗം ബാധിച്ചവന് ഒരു നേരത്തെ മരുന്നിനാകട്ടെ കൊടുക്കാൻ നമുക്ക് കഴിയില്ലേ? എപ്പോഴാണ് അല്ലാഹു നമുക്ക് രോഗം തരുന്നതെന്ന് പറയാൻ കഴിയില്ല. എത്രയോ ആളുകൾ എന്നോട് ഫോൺ വിളിച്ചു പറയുന്നുണ്ട്, ഉസ്താദെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പോവല്ലേ, ആ മൈക്കിലൂടെ നിങ്ങളുടെ ശബ്ദം നഷ്ടപ്പെട്ടു പോയാ നിങ്ങളെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകൂലേ? സ്റ്റേജിൽ നിന്ന് മരിക്കാൻ ഒരുക്കുന്ന എനിക്ക് എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അങ്ങനെ നഷ്ടത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? ഒരു 100 കൊല്ലം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു 10 കൊല്ലം ആൺകുട്ടിയെ പോലെ ഇഷ്ടത്തോടെ ജീവിക്കലാണ്. ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ആരോപണത്തിന്റെ മുൻമലകൾ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് സമുദായത്തിന്റെ യതീമീങ്ങൾക്ക് വേണ്ടി പറയാ, എന്റെ സഹോദരങ്ങളെ, നമ്മുടെ നാവനങ്ങിയത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു കാലഘട്ടത്തിൽ അബ്ദുല്ലാശ്രമത്തിനുണ്ടായിരുന്നു. അള്ളാഹു യതീമെന്ന് പറഞ്ഞ എത്രയോ പേരുടെ മുന്നിലേക്ക് കറക്റ്റ് തൊപ്പികൊടുത്ത ഉസ്താദാ. യതീമീങ്ങൾക്ക് വേണ്ടിയിട്ട് പണപ്പിരിവ് ഉസ്താദാ. യതീമീങ്ങൾക്ക് വേണ്ടിയിട്ട് പണപ്പിരിവ് നടത്തിയ ഉസ്താദാ. പള്ളികൾക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിയ ഉസ്താദാ. പക്ഷെ ഇന്ന് പറയാൻ പോലും പലർക്ക് മടിയാണ്. ഇന്ന് നിൽക്കാൻ പോലും ആളുകൾ ഏറെയുണ്ടപ്പോ അത്ഭുതം തോന്നുന്നുണ്ട് സഹോദര, അത്ഭുതം തോന്നുന്നുണ്ട് സഹോദര. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നമുക്കൊരു മദനിയാകണ്ട, നമുക്കൊരു സമരാനിയാകണ്ട, നമുക്കൊരു മുള്ളൂർക്കരയാകണ്ട, നമുക്കൊരു സഖാഫിയാകണ്ട, നമുക്കൊരു ഫൈസിയാകണ്ട. എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാണ്, ഒരു പ്രവാസകനെയും അനുകരിക്കണ്ട, ഒരു പ്രസംഗങ്ങളെയും തിരിച്ചു കൊണ്ടുവരണ്ട. പക്ഷേ ഉള്ള പ്രവാസകന്മാരെ നിർത്തിയിട്ട് അവരെ കുറിച്ച് ആരോപണം പറയാറ്, അവരെ കുറ്റപ്പെടുത്താറ്, അവരെ കരിവാരിത്തേക്കാറ്, അവരെ ചെളിവാരി എറിയാറ്, അവര് ചെയ്യുന്ന നന്മ കണ്ടിട്ട് അവരോടൊപ്പം നിന്നിട്ട് നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കോ നിനക്ക് കിടങ്ങ പൊന്നുപോലെ. ഇന്നല്ലെങ്കിൽ നാളെ നീ മരിക്കുമല്ലോ. അവിടെ കബറിന്റെ താരാ നിന്നോടൊപ്പം വരുന്നത്. തോളത്ത് കൈയിട്ടവരില്ല, പാട്ടുപാടിയവരില്ല, ആക്ഷേപിച്ചവരില്ല, പരിഹരിച്ചവരില്ല. കബറിന്റെ അകത്ത് നീയും നിന്റെ പ്രവർത്തനങ്ങളുമാണ് അവിടെ എനിക്കുറപ്പാ. എന്നോടൊപ്പം വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് എനിക്കുറപ്പാ. ആരുടെയും മുഖചാർത്തിന് വേണ്ടിയിട്ടല്ല, സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ട യതീമിന്റെ കണ്ണീര് തുടക്കാൻ കിടന്നാൽ അൽഹംദുലില്ലാഹ് അതിന് കൊടുക്കാനൊന്നുമില്ലാതെ ശബ്ദമാണ് കൊടുത്തതെങ്കിൽ അതിന് പകരം എന്റെ പടച്ചവൻ തരുമെന്ന് ഉറപ്പാണ്. എന്റെ കേച്ചയിലെ മണയിൽ വന്നവര് സന്തോഷത്തോടുകൂടി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പറ്റോ ഈ പാവപ്പെട്ട IUF-ന്റെ പ്രവർത്തകര് ചെങ്കുറപ്പോടെ മുമ്പോട്ട് വരുമ്പോ സ്വർഗത്തിൽ അല്ലാഹു തരുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം പറയുന്നതിന് മുമ്പ് 1 ലക്ഷം രൂപ ഉസ്താദെ ഞാൻ കൊടുക്കാം. അങ്ങനെ എത്ര പേർക്ക് പറയാൻ പറ്റും? അതിനൊരു വലിയ സമയമൊന്നും ഇവിടെ എടുക്കുന്നില്ല. എത്ര പേര് പറയും അത്രയും പേർക്ക് പറഞ്ഞ് ദുആ ചെയ്തെടുത്ത വിഷയം പറയും. 1 ലക്ഷം രൂപ ഉസ്താദെ രോഗികൾക്ക് ചിലവിന്, ക്യാൻസർ രോഗികൾക്ക്, യതീമീങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, സാധുക്കൾക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇന്നത്തെ ദിവസം ഇവിടെ നാസർ എന്ന സഹോദരൻ 2.5 ലക്ഷം രൂപ തന്റെ ഉമ്മാക്ക്, തന്റെ ഉപ്പാക്ക്, തന്റെ കുടുംബത്തിന്, തന്റെ ഭാര്യക്ക്, തന്റെ ഉടപ്പറപ്പുകൾക്ക്, തന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. 1 ലക്ഷം രൂപ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം ഉസ്താദെ. പാവപ്പെട്ടവർക്ക് തന്നെ, അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. ഉപ്പ മരണപ്പെട്ടുപോയി ഉപ്പാടെ ഖബറിലേക്ക് വേണ്ടി ദുആരക്കാൻ, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഗുരുവായൂർ ഫൈസൽ എന്ന സഹോദരൻ 5 ലക്ഷം രൂപ കുലൂ തക്ബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ മാഷാ അല്ലാഹ് അവിടെ വലിയ പരിപാടി നടക്കുന്നുണ്ട്. അല്ലാഹു തആല വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. യതീമായ കുട്ടിയുടെ കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർണ്ണമോതിരം അങ്ങനെ തന്നെ തന്നിരിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ പാടൂരുള്ള പ്രിയപ്പെട്ട സഹോദരൻ തന്റെ മരണപ്പെട്ടുപോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് 10,000 രൂപ പറഞ്ഞു. അല്ലാഹുവേ പടച്ചവനെ ആ ഖബറുകളെ നീ സ്വർഗീയ ആരാമമാക്കണേ അല്ലാ, പ്രകാശിപ്പിക്കണേ അല്ലാ. ഇത്രയും വലിയ സദസ്സിന്റെ ദുആ ആ പ്രിയപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഉന്നതമായ നേട്ടം കൊടുക്കണേ അല്ലാ. ഈ വലിയ സദസ്സിന്റെ പ്രാർത്ഥന കൊണ്ട് അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. അവരെ ഖബർ നീ സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. അവർക്കെല്ലാം നേട്ടങ്ങളും നീ സ്വർഗീയമായ അനുഗ്രഹങ്ങളും അലങ്കാരങ്ങളും അവരുടെ ഖബർ ജീവിതത്തിൽ നീ കൊടുക്കണേ അല്ലാ. പടച്ചവനേ തമ്പുരാനേ
അബ്ദുൽ മുത്തലിബ് പതിവെടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം കിട്ടാൻ വേണ്ടി കൊതിച്ചിരുന്ന് പൊട്ടിക്കരഞ്ഞു പോയ മഹാനാണ്. തറക്തുൽ ഖൽഖ ലം ഫീ റിളാക വഅയ്തംദുൽ ഇയാല ലികൈ അറാക. അല്ലാഹുവേ, പടച്ചവനെ, എന്റെ മക്കളെ ഞാൻ മാറ്റിവെച്ചത്, എന്റെ കുടുംബത്തെ ഞാൻ നീക്കിവെച്ചത് കരുണക്കടനാഥ പടച്ചവനെ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആ പടച്ചതമ്പുരാൻ പറയുകയാണ്, നിങ്ങളിൽ അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവരാരാ, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ കൊതിക്കുന്നവരാരാ, അല്ലാഹുവിന്റെ വജ്ഹ് കാണാൻ ലിഖാ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാരാ. ഫല്യഅമൽ അമലൻ സ്വാലിഹാ, നിങ്ങൾ സലാഹിയത്തായ പ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളുക, നന്മകൾക്ക് മത്സരിച്ചു കൊള്ളുക. എന്നിട്ടോ ശിർക്ക് ചെയ്യാതെ ജീവിതത്തിൽ തൗഹീദ് വെടിയുടച്ചു നിന്നുകൊണ്ട് യഥാർത്ഥ തൗഹീദ് തിരിച്ചറിയാനുള്ള സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിശ്രമം നമുക്ക് ആവശ്യമാണ്. കാരണം കാണുന്നതൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ കടക്കലിൽ കത്തിവെക്കുമ്പോ അല്ലാഹുവേ, നിന്നെ കാണാൻ കൊതിച്ച് ജീവിച്ച്, നിന്നെ കാണാൻ ആഗ്രഹിച്ച് ജീവിച്ച് മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അങ്ങനെയുള്ള സൗഭാഗ്യമുള്ള മരണം തരണ പടച്ചവന്, സ്വർഗത്തിൽ മുത്തുനബിതങ്ങളോടൊപ്പം ഇരിക്കുന്ന അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിന് വേണ്ടി നിന്റെ അരികിലേക്ക് നീ വിളിച്ചിട്ട് നിന്നെ കാണിച്ചു തരുന്ന എത്ര സൗഭാഗ്യമായിരിക്കുമല്ല, എത്ര റാഹത്തായിരിക്കുമല്ല. മഹാന്മാരൊക്കെ കുറിച്ചു പോയത് എങ്ങനെയാണ്, സൂഫിയാക്കളൊക്കെ ആഗ്രഹിച്ചു പോയത് എങ്ങനെയാണ്. കാല് നീര് വന്ന് ക്ഷീണം വന്നിട്ട് പോലും ഈ സദസ്സിൽ വന്നിട്ട് പ്രഭാഷണം നടത്തിയിട്ട് പോയ ആലിക്കുട്ടി ഉസ്താദിനെ നിങ്ങൾ കണ്ടില്ലേ? അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. വല്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖാ. ആഖിറമാണ് അവർ ലക്ഷ്യമിടുന്നത്, ആഖിറമാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവേ, നീ മുഴുവൻ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഈ മനോഹരമായ വേദി എന്നിവിടെ പിരിയാൻ പോവുകയാണ്. 11 സലാത്ത് ചൊല്ലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ദ്വാരക്കുമ്പോ എന്റെ കേച്ചേരി മണലിയിൽ വന്നവര് 8:30 മണി മുതൽ അൽഹംദുലില്ലാഹ് ഈ സമ്മേളന നഗരിയിലേക്ക് ഒരുമിച്ച് കൂടിയിട്ട് IUF-ന്റെ പ്രിയപ്പെട്ട പ്രവർത്തകര് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ, യതീമീങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി മനസ്സ് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് അല്ലാഹുവേ, സ്വർഗത്തിലവൻ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം ഇരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്തതാ സഹാബത്തിനോട്, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ ഫിർദൗസ് തന്നെ ചോദിക്കുക. സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനമാനമുള്ളത് എവിടെയാണ്? നിങ്ങളുടെ ഉപ്പയോടത്ത്, ഉമ്മയോടത്ത്, മക്കളോടത്ത് അവിടെ കൂടാൻ പടച്ചവനെ നിങ്ങളെ തിരഞ്ഞെടുക്കണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. IUF-ൽ എത്ര പേരുണ്ട് മൊത്തം? അൽഹംദുലില്ലാഹ്, ഗൾഫ് രാജ്യങ്ങളിൽ 50 പ്രവർത്തകരുണ്ട്, നാട്ടില് 10-60 പ്രവർത്തകരുണ്ട്. 70-75 പ്രവർത്തകർ. ഞാൻ ആദ്യം അവർക്ക് 2 ദിവസത്തെ ഡേറ്റ് ആണ് കൊടുത്തിരുന്നത്. അതിനെ ഒരു ദിവസമാക്കിയത് അവരോട് തന്നെ തുറന്നു പറഞ്ഞിട്ടാണ്. അവർക്ക് ആദ്യം വിഷമമൊക്കെ ഉണ്ടായെങ്കിലും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാൻ അവർ താല്പര്യം കാണിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആ പ്രിയ കൂട്ടുകാരന്മാരെ അനുഗ്രഹിക്കട്ടെ. വലിയ പരിപാടി ഈ ഗ്രൗണ്ടൊക്കെ തയ്യാറാക്കി നടത്തുമ്പോൾ അൽഹംദുലില്ലാഹ് ഒരു 2-3 ദിവസം പരിപാടി നടത്തുക എന്നത് അവരുടെ ഒരു വലിയ ആവശ്യമായിരുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ സ്ഥലത്തും എത്തേണ്ടതും തിരക്കും ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒഴിവാക്കി. ഫെബ്രുവരി മാസത്തിലെ തന്നെ ഈ മധ്യസമയത്ത് കുറേ ഡേറ്റുകൾ കടവല്ലൂർ തങ്ങൾക്കൊക്കെ കൊടുത്തിരുന്ന ഡേറ്റൊക്കെ ക്യാൻസൽ ചെയ്തു. എന്റെ പ്രിയപ്പെട്ട ഭാര്യ പൂർണ്ണ ഗർഭാവസ്ഥയിലായതുകൊണ്ട് ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോ ആ ഒരു രീതിയിലേക്ക് കുറെ പരിപാടികൾ ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ ദുആരക്കണം. അങ്ങനെ ഒഴിവാക്കിയപ്പോൾ ചിലർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2 ദിവസത്തെ ഒന്നാക്കി മാറ്റിയത്. പിന്നെ പൊട്ടച്ചിറ കോളേജിന്റെ സമ്മേളനവും വാർഷികവും നമുക്കറിയാം. ഞാൻ പഠിച്ച സ്ഥലമാണ്, ഒഴിവാക്കാൻ കഴിയില്ല. 100 കണക്കിന് ആലിമീങ്ങൾ സയ്യിദന്മാർ ഇന്നലെ ഇവിടെ വന്നു. ഇവിടെ വന്ന ഏറെ പേര് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വലിയ സമ്മേളന നഗരിയിൽ ഇന്നലെ 2 മണിവരെ അവിടെ ദുആയും മജ്‌ലിസും ഒക്കെ കഴിഞ്ഞിട്ട് പിരിഞ്ഞപ്പോൾ 2 മണിയായി. അപ്പോ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അൽഹംദുലില്ലാഹ് ഈ മക്കളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവരെ കൊണ്ട് കഴിയുന്നത് ഒത്തൊരുമയോടുകൂടി എല്ലാവരും നല്ല റാഹത്തായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതിലേറെ സന്തോഷം ഈ
ഇവിടെ ഒരുപാട് ഇതര മതങ്ങളിൽപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു എത്ര പറഞ്ഞാലും മതിവരാത്ത രീതിയിലാണ് അവരുടെ സഹകരണം. എല്ലാ അർത്ഥത്തിലും അവർ കൂടെയുണ്ട്. ഈ ഒരു ഒത്തൊരുമയും സാഹോദര്യവും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിലേറെ സന്തോഷം. ഇപ്പൊ ഈ അടുത്ത് കണ്ണൂർ ജില്ലയുടെ തളിപ്പറമ്പിൽ ഞാൻ പ്രസംഗിച്ചത് പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അവിടെ ക്ഷേത്ര കമ്മിറ്റിയാണ് സ്ഥലം ഒരുക്കി കൊടുത്തത് പ്രസംഗിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ ക്ഷേത്ര കമ്മിറ്റിയുടെ അമ്പല കമ്മിറ്റിയുടെ സ്ഥലമാണ് വണ്ടി പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ ഒരുക്കി തന്നത്. ഒരു വലിയ മാതൃകയാണ്. അള്ളാഹു തആല സഹോദര്യം നിലനിർത്തി തരുമാറാകട്ടെ. ആ ബന്ധം അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു സൂക്ഷിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. കലുഷിത അന്തരീക്ഷത്തിലൂടെ തീപാറുന്ന ചിന്തകളും ചിത്രങ്ങളും വരയ്ക്കുന്നതിനേക്കാളേറെ സമാധാനവും സന്തോഷമുള്ള ജീവിതം അല്ലാഹു ഈ പ്രവർത്തകരിലൂടെ നമുക്ക് തെരുമാറാകട്ടെ. അതിന് ഈ പ്രവർത്തകരുടെ നന്മ കണ്ടിട്ടാണ് അമ്പല കമ്മിറ്റിക്കാർക്ക് അങ്ങനെ ഒരു മനസ്സ് വന്നതെങ്കിൽ ഈ പ്രവർത്തകർ ഛിന്ന ഭിന്നമായി പോകരുത്, ചെതറി ഓടി പോകരുത്. യുവാക്കളാണ്. ഇബ്ലീസ് പല വിധത്തിലും നിങ്ങളെ തിരിപ്പിക്കാൻ ശ്രമിക്കും. പെട്ടുപോകരുത്. ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് പ്രവർത്തിക്കുക. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒരു പ്രിയപ്പെട്ട സഹോദരി വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രഹസ്യമായ ഒരു ചെറിയ ശാരീരിക വിഷമമുണ്ട്, സങ്കടത്തോടുകൂടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ അറിയിച്ചു. അൽഹംദുലില്ലാഹ് ആ സഹോദരിയുടെ ഭർത്താവാണ് ആ ലിസ്റ്റ് ഇവിടെ കൊണ്ടുതന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട സഹോദരിക്ക് പേരും അവരുടെ ആവശ്യവും പറയരുതെന്ന് പറഞ്ഞു. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു രോഗശാന്തി കൊടുക്കട്ടെ, അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. അല്ലാഹു എത്രയും പെട്ടെന്ന് ആ ഒരു അവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് അല്ലാഹു സമാധാനമുള്ള രീതിയിലൂടെ ഒരു മടക്കം അല്ലാഹു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടി സ്ഥലം ഈ ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കാൻ സൗകര്യം തന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് എന്ന കേച്ചേരിയിലെ സഹോദരൻ, അദ്ദേഹത്തിന്റെ വസ്തുവാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ ഇത്രയും ജനങ്ങളെ ഇരുത്താൻ നമുക്ക് വേറെ സ്ഥലം ഇതിന്റെ പരിസരത്തില്ല. അപ്പൊ ഇത് കിട്ടിയത് വലിയ സൗഭാഗ്യം. അതിന്റെ എല്ലാ ഐശ്വര്യവും അല്ലാഹു ആ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സംഘാടകർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക യൂത്ത് ഫെഡറേഷന്റെ എല്ലാ പ്രവർത്തനവും സഹായിക്കുന്ന സഹകരിക്കുന്ന ബഷീർ എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ സ്ഥലമുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്താണ് സംസം വെള്ളവും കാരക്കയും കടം തീരാൻ വേണ്ടി സുലക്ക എന്നതാണ്. ഇത്ര രൂപയ്ക്ക് കൊടുക്കട്ടെന്നാണ് അങ്ങനെ ആലോചിക്കുന്നത്. മുജീബോടെ മുജീബ് 6666 രൂപയ്ക്ക് മുജീബിന് കൊടുക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, മുജീബ് എന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ അനുഗ്രഹങ്ങളും നീ ചൊരിഞ്ഞു കൊടുക്കല്ലാ. പ്രിയപ്പെട്ട ഭാര്യയെ, മക്കളെ, കുടുംബത്തെ രോഗശാന്തി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അപകടം കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ, മക്കയുടെ മനോഹരമായ സമ്മാനം ഈ സദസ്സിൽ നിന്ന് വാങ്ങിയ മുജീബ് എന്ന സഹോദരന് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടുപോയ ഉമ്മയും ഉപ്പയും അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആരക്കാം. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് എന്നൊരു 11 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം.
الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹുവേ പടച്ചവനെ ഈ വലിയ ജനസാഗരത്തെ നീ കണ്ടില്ലേ റഹ്മാനെ സ്വീകരിക്കണേ അല്ലാഹ് സാധുക്കൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് അല്ലാഹുവേ ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ് ഞങ്ങൾക്ക് നീ രോഗശാന്തി തരണേ അല്ലാഹ് അല്ലാഹുവേ മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ് പടച്ചവനെ ലക്ഷക്കണക്കിന് രൂപ അതിന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്യുന്ന സഹോദരങ്ങൾ സഹോദരിമാർ സ്വർണം കൊടുക്കുന്നവർ ഈ വേദിയിലുള്ളവരൊക്കെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ പടച്ചവനെ അലീമ മുഹമ്മദ് അലി എന്ന വ്യക്തിക്ക് വേണ്ടി 1.5 ലക്ഷം ആബിദ അബ്ദുൽ നാസർ 1 ലക്ഷം ആദിമ എന്നീ സദസ്സിൽ പറഞ്ഞു അല്ലാഹുവേ മുത്തുഹാജി എന്ന പ്രിയപ്പെട്ട സഹോദരൻ 5 പവനും 10,000 രൂപയും ഇന്നലെ പറഞ്ഞതോടൊപ്പം 10 പവനും 10,000 രൂപയും അതോടൊപ്പം ഇവിടെ വന്ന ഫൈസൽ എന്ന സഹോദരൻ 5 ലക്ഷം രൂപയും ഈ സദസ്സിൽ നിന്ന് 10,000 രൂപ വെച്ച് ഏറെ പേരും 100, 200, 500, 1000 ദുആ ചെയ്യാൻ ഏറെ വിഷ്ടുകളും അതിലുപരി പടച്ചവനെ കരുണക്കടലായ അല്ലാഹുവേ 6,666 മുജീബ് എന്ന സഹോദരൻ ഉൾപ്പെടെ ഈ സദസ്സിലേക്ക് സ്വർണം കൊടുത്തയച്ച ധാരാളം സഹോദരിമാർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ബക്കറ്റ് സംഘാടകരെ കൊണ്ടുവന്നപ്പോൾ അല്ലാഹുവേ പടച്ചവനെ ഉമ്മയോടത്ത് ഉപ്പയോടത്ത് മക്കളോടത്ത് സ്വർഗം വേണമെന്ന കൊതിയോടെ ആ ബക്കറ്റിലേക്ക് സ്വതക്കയിട്ട പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീ വിജയം കൊടുക്കണേ അല്ലാഹ് നേട്ടം കൊടുക്കണേ അല്ലാഹ് അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് അവരെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ് ഒരു സങ്കടവും ഒരു നൊമ്പരവും ഒരു പ്രയാസവും നാദാ നീ കൊടുക്കില്ല അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ ബാദുഷാ സുൽത്താൻ എന്ന പ്രിയ സഹോദരൻ പടച്ചവനെ ഇന്നലെ പൊട്ടച്ചർ അൻവരി അറബി കോളേജിന് വേണ്ടി 15 ലക്ഷം രൂപ സ്വതക്ക ചെയ്ത ആ പ്രിയപ്പെട്ട സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാഹ് അല്ലാഹുവേ മുഹമ്മദ് യാസീൻ എന്ന പൊന്നുമോന് സംസാരത്തിലെ വൈകല്യങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹ് നഷ്ടപ്പെട്ടു പോലെ 11 കോടി എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണേ അല്ലാഹ് തിരിച്ചു കൊടുക്കണേ അല്ലാഹ് അല്ലാഹു ഇമാമുദ്ദീൻ എന്ന പ്രിയ സഹോദരൻ ഹോസ്പിറ്റലിലാണ് ആഫിയത്തും ആരോഗ്യവും നീ കൊടുക്കണേ റബ്ബേ എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യാൻ വിളിച്ചു പറഞ്ഞ ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ അവരെയൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് അവരെയൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ് പടച്ചവനെ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അതെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് പടച്ചവനെ സലീം എന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ സ്വർണ്ണമോചനം ഈ സദസ്സിലേക്ക് കൊടുത്തേച്ചെല്ലാം ബറക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ സദസ്സിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ ഒറ്റേനി ഉമർ ഉസ്താദ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപാഠികൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സദസ്സിൽ വന്നിരിക്കുന്ന 100 കണക്കിന് ആലിമീങ്ങൾ മുത്തഅല്ലിമീങ്ങൾ അല്ലാഹുവിനെ എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ് സ്നേഹതീരത്ത് വന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉൾപ്പെടെ ഇവിടെ വന്ന മാറഞ്ചേരിയിലെ എലമംഗലത്തെ എന്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ അല്ലാഹുവേ കോട്ടൂരിൽ നിന്ന് വന്ന സുഹൃത്തുക്കൾ ഉൾപ്പെടെ പട്ടാമ്പിയിൽ നിന്ന് കൂറ്റനാടിൽ നിന്ന് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് പൊട്ടച്ചെറിയിൽ നിന്ന് പെരിന്തൽമണ്ണയിൽ നിന്ന് റഹ്മാനെ ചാവക്കാട് നിന്ന് പാവരട്ടയിൽ നിന്ന് അങ്ങനെ നാടിന്റെ നാനാഭാഗത്തിരുന്ന് കുന്നംകുളം കേച്ചേരി വന്നിത്തടം ഉൾപ്പെടെയുള്ള സ്ഥലത്തു നിന്നെല്ലാം ഓടിയെത്തി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ അല്ലാഹുവേ കരുണക്കടലായ പടച്ചവനെ മക്കത്ത് ഉംറയ്ക്ക് പോയിരിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുള്ള എന്ന ഞങ്ങളുടെ പ്രിയ സഹോദരന്റെയും കൂടെയുള്ളവരുടെയും ഉംറ നീ കബൂൽ ചെയ്യണേ അല്ലാഹ് പടച്ചവനെ പോകാൻ ഞങ്ങൾക്ക് കൊതിയുണ്ട് ആർത്തിയുണ്ട് ആഗ്രഹമുണ്ട് നീയും സാധിപ്പിച്ചു തരണേ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ മെയ് മാസം 10-ാം തീയതി ഫലസ്തീനിലേക്ക് ഈ വരീതിന് കൂടെ ഒരുപാട് പേര് യാത്ര ചെയ്യുകയാണ് അല്ലാഹു യാത്രയിൽ ബറക്കത്തും ഐശ്വര്യവും സമാധാനവും സന്തോഷവും നൽകണേ അല്ലാഹ് റാഹത്താക്കി തരണേ അല്ലാഹ് മഹാന്മാരുടെ മഖാമുകളുടെ മുന്നിൽ പോയി പൊട്ടിക്കരഞ്ഞ് ദുആരക്കാനുള്ള മനസ്സ് നൽകണേ പടച്ചവനെ അല്ലാഹുവേ പടച്ചവനെ ഈ വന്ന ജനസാഗരത്തിന് നീ ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ് മാരക രോഗം കൊടുക്കല്ലേ അല്ലാഹ് കഷ്ടപ്പാടും കണ്ണീരും കൊടുക്കല്ലേ അല്ലാഹ് ഇന്നലെ ഇവിടെ പ്രഭാഷണം നടത്തിയ എന്റെ പ്രിയ സഹോദരൻ കാഞ്ഞ റഹ്മത്ത് കബീർ ബാക്കി ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ് രോഗശാന്തി കൊടുക്കണേ അല്ലാഹ് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ മക്കളെയും കുടുംബത്തെയും ഉമ്മായും നീ അനുഗ്രഹിക്കണേ അല്ലാഹ് നവാസ് മന്നാനി ഉസ്താദിനെ പോലെ മുനീർ ഹുദവി ഉസ്താദിനെ പോലെ പ്രഭാഷണ മേഖല സജീവ സാന്നിധ്യമായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാം നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹു അവരുടെയും ഞങ്ങളുടെയും പ്രസംഗ വേദികളൊക്കെ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ് നീ റാഹത്തിലാക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾക്ക് ഒത്തൊരുമ പ്രദാനം ചെയ്യണേ അല്ലാഹ് തമ്മിലടിപ്പിക്കല്ലേ അല്ലാഹ് ചിന്ന ഭിന്നമാക്കല്ലേ അല്ലാഹ് സമാധാനവും സന്തോഷവും സംതൃപ്തിയും സന്തുഷ്ടിയും നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ പലരുടെയും മരണപ്പെട്ടു പോയ ഉപ്പമാർ ഖബറുകളിലാണ് റബ്ബേ അവരുടെ വിഷമം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് ഇവിടെ വന്നവരിൽ എത്ര പേരുടെ ഉപ്പ എത്ര പേരുടെ ഉമ്മ ഖബറിലാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്റെ ഉപ്പ അല്ലാഹുവേ പരിശുദ്ധ
റമദാൻ 17 മരണപ്പെട്ടു പോയി. നീ സ്വർഗം കൊടുക്കണേ അല്ല. കടവല്ലൂരുള്ള നാസർ എന്ന സഹോദരന്റെ ഉപ്പ റബീഉൽ അവ്വൽ 12 മരണപ്പെട്ടു പോയി. നീ സ്വർഗം കൊടുക്കണേ അല്ല. അള്ളാഹുവെ പടച്ചവൻ അങ്ങനെ എത്ര ഉപ്പമാർ ഉമ്മമാർ അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ ശപിക്കല്ലേ അല്ല. ഞങ്ങളുടെ ഉപ്പ ഞങ്ങളെ ശപിക്കല്ലേ അല്ല. അള്ളാഹുവെ ഞങ്ങളുടെ മക്കൾക്ക് നീ മാരക രോഗം കൊടുക്കല്ലേ അല്ല. എത്ര ചികിത്സിച്ചിട്ട് മാറാത്ത രോഗം കൊടുക്കല്ലേ അല്ല. ഉസ്താദിന്റെ മക്കളെ ആഫിദീങ്ങളാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ ആഫിദീങ്ങളാക്കി കൊടുക്കണേ അല്ല. ഈ വലിയ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആഫിദീങ്ങളാക്കി കൊടുക്കണേ അല്ല. ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്, അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. മരിച്ചാൽ ഒരു ഫാത്തിഹ പോലും കിട്ടാത്തവരാക്കി ഞങ്ങളെ നീ മാറ്റല്ല അല്ല. ഒരു ദുആ പോലും കിട്ടാത്തവരാക്കി മാറ്റല്ല അല്ല. അള്ളാഹുവെ പടച്ചവരെ ഒരു സലാം പോലും കിട്ടാത്തവരാക്കി ഞങ്ങളെ മാറ്റല്ല റബ്ബേ. പടച്ചവരെ ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കി കളയല്ല. ഞങ്ങൾ വീട്ടിൽ ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ വാപ്പയില്ലാത്തവരാക്കല്ല റബ്ബേ. അള്ളാഹുവെ പടച്ചവനെ ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഉപ്പാ കണ്ണു തുറക്കൂന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കില്ല. അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളില്ലാതെ വേറെ ആരുമില്ല റബ്ബേ. ഞങ്ങളുടെ മക്കളെ നോക്കാൻ, ഞങ്ങളുടെ ഭാര്യയെ, ഞങ്ങളുടെ കുടുംബത്തേക്ക് ഞങ്ങളുടെ കയ്യിലാണ് അവർ ജീവിക്കുന്നതല്ല. ഞങ്ങൾ കൊടുക്കുന്ന കാശ് കൊണ്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നതല്ല. ഞങ്ങൾക്ക് നീ ക്യാൻസർ തരല്ലേ അല്ല. ഞങ്ങൾ വീടിന്റെ ഒരു മൂലയ്ക്ക് കിടന്നു പോയാൽ അവർക്ക് പിന്നെ ആരുമില്ല അല്ലാ. എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ല. നീ കാത്തുരക്ഷിക്കണേ അല്ല. മാരക രോഗം തരല്ലേ അല്ല. അപകട മരണം തരല്ലേ അല്ല. ദുരിതം തരല്ലേ അല്ല. പടച്ചവനെ ഞങ്ങളെന്നും യാത്ര ചെയ്യുന്നവരാണ്. എല്ലാ ദിവസവും യാത്രയാണ്, എല്ലാ ദിവസവും യാത്രയാണ്. നീ എല്ലാവരും ഞങ്ങൾക്ക് ആരുമില്ല റബ്ബേ. വാഹന അപകടങ്ങൾ തരല്ല റബ്ബേ. റോഡിൽ കിടന്ന് പിടയുന്ന അവസ്ഥ വരുത്തല്ലേ അല്ല. അള്ളാഹു ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ല. അള്ളാഹുവെ പടച്ചവനെ വലിയ സാമ്പത്തികം ആവശ്യമുള്ള ഫൈസൽ എന്ന പ്രിയപ്പെട്ട സഹോദരൻ ഒരുപാട് പള്ളികളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ